കോഴിക്കോട് കോർപ്പറേഷനിൽ മുഖദാർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് TPM ജിഷാൻ എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് TPM സാഹിർ ഈ മണ്ഡലത്തെ, പ്രത്യേകിച്ച് കോഴിക്കോട് പഴയ സൗത്ത്, ഇപ്പോഴത്തെ സൗത്ത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച TPM സാഹിർ MLA ആണ്. മകൻ്റെ പ്രചരണാർത്ഥം അദ്ദേഹം കൂടി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. മോൻ വോട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്താ പറയുന്നത് മോനോട്? പ്രവർത്തിക്കുന്നതിൽ കുറവ് വന്നാൽ ആളുകൾക്ക് ഒരു മോശം വീഴരുത്. അപ്പം സംഗതികൾ പഠിച്ച് അതെല്ലാം അവതരിപ്പിക്കാൻ പറ്റുന്ന ആദ്യം ഉൾക്കാഴ്ച വേണം. അതിന് പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ നിന്നാൽ മതി എന്നാണ് അവനോട് പറഞ്ഞത്. അതെ അതെ, ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മോനോണ്ട് വോട്ട് ചോദിക്കുമോ? മോനോട് വോട്ട് വയ്ക്കുന്നുണ്ടോ? പഴയ സുഹൃത്തുക്കളോട് വോട്ട് വയ്ക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നുണ്ട്. ആൾക്കാരെ ആകർഷിക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതെ, അതെല്ലാം എനിക്ക് തന്നെ അറിയാം, എന്നെക്കാട്ടും കൂടുതൽ അറിയാം. ഇപ്പൊ ജയിച്ച് വന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് പ്രചരണാലയം ഓർമ്മ ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ശരിക്കും ഒരു മാതൃക. എന്താണ് അത്? ഞാനന്ന് പ്രീ ഡിഗ്രി കാലഘട്ടമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് 2001 കാലഘട്ടത്തിലാണ് മത്സരിച്ചത്. അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടമാണ്. ഫറൂഖ് കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇവിടെ അന്ന് ക്യാമ്പയിനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രസ്തുത സാഹചര്യത്തിൽ ഇപ്പോൾ 25 വർഷം പിന്നിടുമ്പോൾ എല്ലാവരും ബാപ്പനെ ഓർക്കുന്നുണ്ട്, ബാപ്പൻ്റെ സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും സായറിൻ്റെ മകനല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം എന്നെ സ്വീകരിക്കുന്നത് തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത്. അതൊക്കെ വലിയൊരു സന്തോഷം ഉളവാക്കുന്ന, അല്ലെങ്കിൽ അഭിമാനം ഉളവാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖദാർ മുസ്ലിം ലീഗിന് നേരത്തെ തന്നെ മേൽക്കേ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണ LDF ജയിച്ചൊരു മണ്ഡലമാണ് അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പോര്? തിരിച്ചു പിടിക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഇപ്പോൾ വാർഡ് വിഭജനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 13,000-ഓളം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. വലിയ വാർഡാണ്. അതായത് കോർപ്പറേഷനിലെ ഏറ്റവും വലിയ വാർഡാണ്. 13,000-ഓളം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. വോട്ടർമാർ ഇവിടെ തയ്യാറാണ്. കാരണം 5 വർഷം അവർക്ക് നഷ്ടപ്പെട്ട ഈ മുഖദാർ വാർഡ് തിരിച്ചു പിടിക്കാൻ ഇനി എത്രത്തോളം വൈകിയാലും അവർ ക്യൂവിൽ നിൽക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് പല വീടുകളിൽ പോകുമ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരിച്ചു പിടിക്കും മുഖദാർ 100%. ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കും. അതിനുവേണ്ട സജ്ജമായ UDF നേതൃത്വമൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ രാപ്പകലില്ലാതെ തന്നെ അധ്വാനിക്കുന്നുണ്ട്. 2 റൗണ്ട് 13,000-ഓളം വോട്ടർമാരുണ്ടായിട്ടും 1718 വീടുകളുണ്ടായിട്ടും ഞങ്ങൾ 2 റൗണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിലൊക്കെ ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാഭാവികമായി ഇത് തിരിച്ചു പിടിച്ചിരിക്കും, വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. കോർപ്പറേഷനെ കുറിച്ച്, വാർഡിനെ കുറിച്ച് എന്തൊക്കെ വാഗ്ദാനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്? സ്വാഭാവികമായും വാർഡ് 5 വർഷം കഴിഞ്ഞ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് അതൊരു 10 വർഷത്തേക്ക് പുറകോട്ട് അടിച്ചതിന് തുല്യമുള്ളത്. 2015 UDFൻ്റെ കൗൺസിലർ ഉണ്ടായിരുന്ന സമയത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസനം മാത്രമേ ഇവിടെയുള്ളൂ. വേറെ പ്രത്യേകിച്ച് വികസനമൊന്നും ഈ വാർഡിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. മറിച്ച് ഇവിടെ പ്ലാന്റ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. നിങ്ങൾക്കറിയാം, കോതി അഴീക്കൽ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അവിടെ സമരം ചെയ്ത സ്ത്രീകൾക്കെതിരെ ഇപ്പോഴും കേസെടുത്ത് തീവ്രവാദികളെന്ന് മുദ്ര കുത്തി അവരെ ഇപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ അവർക്ക് രേഖകൾ പോലും കിട്ടാത്ത, പാസ്പോർട്ടൊക്കെ കിട്ടാത്ത ഒരുപാട് പ്രയാസപ്പെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് വിശുദ്ധ ഉംറ നിർവഹിക്കാൻ പോലും പ്രായാധികമായി കിടക്കുന്ന ഒരു ഉമ്മർക്ക എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്ന് ഉംറയ്ക്ക് പോകണം, ആ പാസ്പോർട്ടൊന്ന് എങ്ങനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പ്ലാന്റ് നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ഭരണകൂടം ശ്രമിച്ചപ്പോൾ അതിനെതിരെ തീവ്രവാദികളായി മുദ്ര കുത്തിയവരെ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇതുപോലത്തെ പ്ലാന്റുകളൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഞങ്ങളെപ്പോലെയുള്ള യുവ നേതാക്കളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോതി പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന നൈനാമ്പളപ്പിലെ പ്ലേ ഗ്രൗണ്ട് 2018 കോഴിക്കോട് കോർപ്പറേഷൻ പദ്ധതി പാസ്സാക്കിയതാണ്. പിന്നീട് അവിടെ ആധുനിക അറവശാല കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയാണ് ഇപ്പോൾ CPM പുറത്തിറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷം പുറത്തിറക്കിയിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ കൊക്കിന് ജീവനെടുത്തോളം കാലം ഈ 2 പദ്ധതിയും ഇവിടെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. മോനെ നല്ലോണം ഓടി നടക്കുന്നുണ്ട്. ഇന്നെ തന്നെ 5 പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ട്, ഇന്നെ അറിയില്ല. അതാണ് ഞാൻ പറയാൻ കാരണം, നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. MLA ആയിരുന്ന TPM സാഹിറിൻ്റെ മകൻ കൗൺസിലറാവാൻ വേണ്ടി മത്സരിക്കുകയാണ്. മത്സരരംഗത്ത് പിതാവിൻ്റെ സുഹൃത്തുവലയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.